ചെമ്പനിപ്പൂ സീരിയലിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ മൂഡ് ഓഫിലോ മറ്റോ ആണോ എന്നുള്ള കാര്യം. അതെന്താ ശ്രീകാന്ത് അങ്ങനെ ചോദിച്ചത്? അല്ല, പതിവായിട്ട് നീ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് 2-3 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ്. ഇന്ന് നീ ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ എല്ലാം എടുത്തല്ലോ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നത്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും എന്നൊക്കെയല്ലേ? അതുകൊണ്ടല്ല ഞാൻ വർഷ പറഞ്ഞത്. പതിവായിട്ട് എടുക്കുന്ന ടൈം എടുത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ശ്രീകാന്ത് ഇത്രയും ടൈം എടുത്തിട്ട് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ നോക്കും. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷേ സാധാരണ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടെങ്കിലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ഉണ്ടോ എന്നുള്ള കാര്യം പോയി നോക്കില്ലേ? ഇല്ലല്ല ശ്രീകാന്ത്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ മറ്റൊരാൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ, അതുകൊണ്ട് ഞാൻ അത് വേറെ ആർക്കും കൊടുക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഷോപ്പിംഗ് പെട്ടെന്ന് തീർന്നല്ലോ, അത് എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇനി നിനക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ല, എല്ലാം മേടിച്ചു കഴിഞ്ഞല്ലോ. അല്ല, നമ്മളിന്ന് നേരത്തെയാണല്ലോ വീട്ടിലേക്ക് പോകുന്നത്, ഇനി അതിൻ്റെ പേരിൽ നീ വേറൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞിട്ട് വരുന്നത്? നീ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ എനിക്ക് തന്നെ മനസ്സിലാവാറില്ല എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പോലും. അങ്ങനെ നമ്മൾ ശ്രീകാന്തെ എപ്പോഴും അടി ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പോകും. ഇനി ഞാൻ എന്തായാലും അടി ഉണ്ടാക്കില്ല. പിന്നെ നിന്നെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്നുള്ള കാര്യം പറയുന്നത് ഭയങ്കര ലക്കി ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ സെലക്ട് ചെയ്തത്. ഓ, അപ്പോൾ ഒരു സാരിയൊക്കെ മേടിക്കുന്നത് പോലെയാണല്ലേ നീ എന്നെ സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല ശ്രീകാന്തെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നീ നല്ല ബെസ്റ്റ് ഹസ്ബൻഡ് ആണെന്നാ പറഞ്ഞത്. ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയെ തന്നെയായിരുന്നു കേട്ടോ പ്രിയയും വന്നുകൊണ്ടിരുന്നത്. പ്രിയയുടെ കാറ് പെട്ടെന്ന് കേടാവുകയും ആ വണ്ടി അവിടെ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് മറ്റൊരു വണ്ടിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ് കേട്ടോ ചെയ്യുന്നത്. ക്യാബ് എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. പ്രിയ അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് ദേ നിൽക്കുന്നു പ്രിയ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ, അങ്ങനെയാണെങ്കിൽ അവിടെ വണ്ടി നിർത്തണ്ട എന്നാണ് വർഷ പറയുന്നത്. എങ്ങനെ അറിയുന്ന ഒരാളെ കണ്ടിട്ട് വണ്ടി നിർത്താണ്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് കൊണ്ടുപോയിട്ട് പ്രിയയ്ക്ക് അരികിൽ വണ്ടി നിർത്തുന്നുണ്ട്. എന്താ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. എനിക്ക് ഒരു ഹോട്ടലില് മീറ്റിംഗ് ഉണ്ട്, ഉടനെ തന്നെ പോകണം. എന്റെ കാറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി. ശ്രീകാന്തിന് കാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയോന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഇല്ല, എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എൻ്റെ ഏട്ടനുണ്ട് സച്ചിയേട്ടനാണ് കാറിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഇവിടെ ഞാൻ കുറെ നേരം നിൽക്കുന്നു, എനിക്ക് ക്യാബ് ഒന്നും കിട്ടുന്നില്ല. ഈ സ്ഥലത്ത് ക്യാബ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടേ. ഉടനെ തന്നെ പോണോ, എനിക്ക് മീറ്റിങ്ങിന് ടൈമായി. ശ്രീകാന്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇരിക്കുമെന്ന് ചോദിക്കുവാണേ. ഞാൻ ഫ്രണ്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അതെ, പക്ഷെ കുറച്ചുകൂടി നീങ്ങിയിരിക്കെ. പക്ഷേ നീയും കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ. എന്നിട്ട് പുറകിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ട് പ്രിയ അവിടെ കയറി ഇരിക്കുവാണേ. ട്രിപ്പിൾസ് പോകുന്നത് ഒഫൻസ് ആണ് എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ജസ്റ്റ് എന്നെ ഹൈവേയിലേക്ക് ഒന്ന് വിട്ടാൽ മതി, ആര് പിടിക്കാനാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ശ്രീകാന്തിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒരുപാട് കവറൊക്കെ കാണുന്നുണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരികയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഓ അതിന് വേണ്ടിയിട്ടാണല്ലേ നീ ഹാഫ് ഡേ എടുത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയെന്ന് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതേന്ന് ഒരു ചമ്മലോട് കൂടിയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ശ്രീകാന്ത്, നീ നല്ലൊരു ഹസ്ബൻഡ് തന്നെയാണ്. വൈഫിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യമാണ്. കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ തോളിൽ ഇങ്ങനെ തട്ടുന്നൊക്കെ ഉണ്ട്. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ഞാനേ 5 ടൈംസ് വിളിച്ചിട്ടാണ് അവൻ എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരാന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിയിൽ കറക്റ്റ് പോലീസ് ചെക്കിങ് കാണുവാണേ. ടേണിങ്ങിലായതുകൊണ്ട് തന്നെ ഇവർ ചെന്നങ്ങ് ചാടുന്നുണ്ട്. പോലീസുകാര് ഇവരെ കണ്ട ഉടനെ തന്നെ വണ്ടി നിർത്താനും ആവശ്യപ്പെടുവാണ്. പോലീസുകാരെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ടോ, രണ്ടുപേരെയും കൂടി കൂട്ടിക്കൂടായിരുന്നു ബൈക്കിനകത്ത്? നീ എന്താണ് മന്മഥനാണോ രണ്ടുപേരെയൊക്കെ വെച്ചിട്ട് വരുന്നത്? സാറെന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഇത് സാർ എന്റെ വൈഫും അതുപോലെ ഇത് സാർ എന്റെ ബോസും ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പറയുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വൈഫാണെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയയെ നോക്കിക്കൊണ്ടാണ്. പുറകിൽ നിൽക്കുന്നത് പ്രിയ ആണെന്നുള്ള കാര്യം അപ്പുറത്തിപ്പുറം നിൽക്കുന്ന ആളാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് ശ്രീകാന്ത് പറയുന്നത്. പ്രിയ ആണല്ലോ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞൂടെ 3 പേരെ ബൈക്കിൽ വെച്ചിട്ട് വരുന്നത് സേഫ് അല്ല എന്നുള്ള കാര്യം? പോലീസുകാരൻ അങ്ങനെ ചോദിക്കുമ്പോഴാണ്
പ്രിയയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. ആള് മാറിപ്പോയി എന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലാവുകയും വർഷയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വർഷയുടെ മുഖം ഇത്രയുണ്ട്. അത് കഴിഞ്ഞ് പോലീസുകാരൻ ചോദിച്ചതിന് മറുപടിയായിട്ട് വർഷ പറയുന്നുണ്ട്, സർ അത് അവൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഞാനാണ് അവന്റെ വൈഫ്. നിങ്ങളല്ലേ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ വൈഫ് എന്ന്? സോറി സർ, ഞാൻ ശരിക്കും നോക്കിയില്ല. ഇതാണ് എന്റെ വൈഫ്, ഇതാണ് എന്റെ ബോസ്. പ്രിയയുടെ അടുത്ത് സോറി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രിയ ആണെങ്കിൽ ചിരിക്കുവാണ്. എന്താണെന്നുണ്ടെങ്കിലും 3 പേര് ബൈക്കിൽ വരാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ ഇടയിൽ കയറിയിട്ട് പ്രിയ പറയുന്നുണ്ട്, സോറി സർ, അത് ശരിക്കും എന്റെ മിസ്റ്റേക്ക് ആണ്. എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ തന്നെ ഫൈൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് നോക്കുന്ന സമയത്താണ് പ്രിയ കാറിൽ നിന്നും പേഴ്സ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അയ്യോ, ഞാൻ പേഴ്സ് കാറിനകത്ത് വെച്ചല്ലോ എന്ന് ശ്രീകാന്തിന്റെ അടുത്ത് പറയുമ്പോൾ, അത് കുഴപ്പമില്ല മാഡം, ഞാൻ പെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പേഴ്സ് നോക്കുന്നുണ്ട്. പക്ഷെ പേഴ്സിനകത്ത് പൈസ ഇല്ല കേട്ടോ ശ്രീകാന്തിന്റെ. ഒരു നിവൃത്തിയില്ലാതെ വർഷയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വർഷ തന്നെ ആ പേയ്മെന്റ് അടയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്, ഫൈൻ അടയ്ക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് പോലീസുകാരൻ പറയുന്നുണ്ട്, 3 പേരെയും കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചവരാണെന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ തന്നെയാണോ ഇങ്ങനെ റൂൾസ് ഫോളോ ചെയ്യാതെ നടക്കുന്നത്? 3 പേര് ബൈക്കിൽ വരുന്നത് നിങ്ങൾക്കും സേഫ് അല്ല, റോഡിൽ പോകുന്ന മറ്റുള്ളവർക്കും സേഫ് അല്ല, ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ സോറി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫൈൻ അടച്ചിട്ട് പൊക്കോളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതേസമയം അവിടുന്ന് ഒരു പോലീസുകാരൻ വണ്ടിയിൽ കയറിയിട്ട് പോവാൻ വേണ്ടി നിൽക്കുവാണ്. അതിന്റെ പുറകെ ചാടി കയറി അങ്ങ് ഇരിക്കുവാണ് കേട്ടോ പ്രിയ. നീ എന്തിനാ എന്റെ ബൈക്കിന്റെ പുറകിൽ വരുന്നത് എന്നുള്ള കാര്യം പോലീസുകാരൻ ചോദിക്കുമ്പോൾ, സർ എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി, എന്തായാലും ട്രിപ്പിൾസിൽ എനിക്ക് ഇനി പോകാൻ വേണ്ടി പറ്റില്ലല്ലോ, ഇവിടുന്നാണെങ്കിൽ വണ്ടിയൊന്നും കിട്ടില്ല, സാറ് ഏതായാലും ആ വഴിക്കല്ലേ പോകുന്നത്, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് പോലീസുകാരൻ എന്റെ ഭാര്യ കാണാതിരുന്ന ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. അവള് പോകുന്നത് കണ്ടിട്ട് വർഷ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാണ് എന്താണെന്നൊന്നും അറിയാതെ അവള് കയറി പോകുന്നത് കണ്ടില്ലേ? പോലീസുകാര് നാടിന്റെ രക്ഷയാണെന്നുള്ള കാര്യമല്ലേ പറയുന്നത്, അതുപോലെ അവൾക്കും രക്ഷയാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ കയറി പോകുന്നത്. ഇവള് ശരിക്കും ശരിയായിട്ടുള്ള ലൂസ് തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, എന്റെ കൂടെ ഉള്ളതൊക്കെ ഇങ്ങനെയായി പോയെന്ന് ശ്രീകാന്ത് പറയുമ്പോ, നീ എന്താ പറഞ്ഞത്? ഇല്ല വർഷ, ഞാൻ നിന്നെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്, പൊതുവായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിയിട്ട് വണ്ടി എടുത്തിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണേ.